നമസ്കാരം. സ്റ്റാലിൻ സർക്കാരിന് എത്ര പേരുടെ വാ മൂടിക്കെട്ടാൻ സാധിക്കും എന്താണെന്നല്ലേ? NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രവചിച്ച തത്തകളെ തമിഴ്നാട് സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. കിളികളെ ഉപയോഗിച്ച് ഫലപ്രവചനം നടത്തിയതിന്റെ പേരിൽ കടലൂരിൽ അറസ്റ്റ് ചെയ്ത 2 തത്ത ജ്യോതിഷികളെയും തമിഴ്നാട് വനം വകുപ്പ് വിട്ടയച്ചു. തമിഴ്നാട്ടിലെ കടലൂർ പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ തങ്കർ ബച്ചാന്റെ ഭാഗ്യക്കാർഡ് വായിക്കാൻ തത്തകളെ ഉപയോഗിച്ചുവെന്നാരോപിച്ചാണ് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 81-കാരനായ ജോൾസിൻ സെൽവരാജനെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായിരുന്നത്. കൂടാതെ 2 തത്തകൾ അടങ്ങിയ ഇയാളുടെ കൂടും പിടിച്ചെടുത്തു. കടലൂരിനടുത്ത് തെന്നമ്പക്കത്തുള്ള അഴകുമുത്തു അയ്യനാർ ക്ഷേത്രം സന്ദർശിച്ച അദ്ദേഹവും അനുയായികളും ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലേക്ക് നീങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തത്ത ജോൾസൻ സെൽവരാജ് തങ്കർ ബച്ചനോട് തന്റെ തത്തയെ കൊണ്ട് ഒരു കാർഡ് എടുപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ച അദ്ദേഹം അവിടെ ഇരുന്ന് തത്ത ഭാഗ്യം പറയുന്നത് കേട്ടു. തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ആ ക്ഷേത്രത്തിന്റെ മൂർത്തിയായ അഴകുമുത്തു അയ്യനാരുടെ ചിത്രമുള്ള ഒരു കാർഡ് എടുത്തു. കാർഡിൽ ദേശാധിപനായ ദേവന്റെ ചിത്രമുണ്ടെന്നും ഇത് ശുഭസൂചനയായതിനാൽ വോട്ടെടുപ്പിൽ തങ്കർ ബച്ചാന്റെ വിജയം സുനിശ്ചിതമാണെന്നും ജ്യോതിഷി പറഞ്ഞു. ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ച് തങ്കർ ബച്ചൻ വോട്ട് ചോദിക്കാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. കൂടെയുണ്ടായിരുന്നവർ ഈ രംഗം ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടെ ഈ വീഡിയോയും ചിത്രങ്ങളും തമിഴകത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? DMK BJP അത്രത്തോളം ഭയക്കുന്നുണ്ടെന്ന്. കാരണം ഒരു ജ്യോതിഷത്തിന്റെ പ്രവചനം പോലും DMKയെ ഭയപ്പെടുത്തുകയാണ്. അവർക്ക് തന്നെ അറിയാം BJP ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വിജയിക്കുമെന്ന്. ഇത്രയും കാലം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാലിന് അധികാരം കയ്യിൽ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഒരാളുടെ അന്നം മുട്ടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിന്റെ ഭരണം എന്തായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളല്ല, അവരുടെ പരിഗണന സ്വന്തം നിലനിൽപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.